നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമദിനം ആചരിച്ചു. കേരള കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ നടക്കുന്ന ചക്കമേള റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി കൈലാസനാഥ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ചേരുംകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ് 10 വയസ്സുള്ള വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. വാർത്തകൾ വിശദമായി. മെയ് 27 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമദിനം. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ അനന്തരഫലമായി തകർന്നടിഞ്ഞ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും വ്യവസായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൃഷി, ജലസേചനം തുടങ്ങിയ സുസ്ഥിര വികസനത്തിനും അടിത്തറയിട്ട ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ആധുനിക ഭാരതത്തിന്റെ ശില്പിയുമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വരാജാവണമെന്ന ലക്ഷ്യപ്രഖ്യാപനം നടന്നത് അദ്ദേഹം പ്രസിഡന്റായ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സെഷനിലാണ്. ഓഗസ്റ്റ് 7 1942 ബോംബെയിൽ നടന്ന AICC സമ്മേളനത്തിൽ ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. നിരവധി തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു. അദ്ദേഹം കാട്ടിത്തന്ന മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സമഭാവനയുടെയും ചട്ടക്കൂടുകളാണ് കോൺഗ്രസ് ഇന്നും പിന്തുടരുന്നത്. കേരള കാർഷിക സർവകലാശാല, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത്, ഒല്ലൂർ കൃഷിഭവൻ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ചക്കമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെമിനാറുകൾ, പ്രദർശന സ്റ്റാളുകൾ, ചക്ക വിഭവങ്ങളുടെ മത്സരങ്ങൾ, പുസ്തക പ്രകാശനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ഭക്ഷ്യമേള, രുചിമേളം എന്നിവയും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം മേയർ MK വർഗീസ് 29 ഉദ്ഘാടനം ചെയ്യും. 27 മുതൽ 29 വരെ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് ഇന്ന് നാളെയും മറ്റന്നാളുമായി കേരള കാർഷിക സർവകലാശാലയുടെയും ഒല്ലൂർ കൃഷി സമിതിയുടെയും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കാർഷികരെല്ലാം വലിയ നടന്നു. നമ്മുടെ സംസ്ഥാന ഫലമായി ചക്ക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. പോഷക സമൃദ്ധവും ഔഷധ മൂല്യവുമുള്ള ഒരു ഫലമാണ് ചക്ക എന്ന് നിരവധികളായിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചക്ക ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ആ വിധത്തിലുള്ള ചക്കയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അതിൻ്റെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചക്കയുടെയും നാശനഷ്ടത്തിന്റെ തോത് 50% നിന്ന് കുറയ്ക്കാൻ നാം എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഉണ്ട്. യഥാർത്ഥത്തിൽ മാർച്ച് മാസം മുതൽ ജൂലൈ മാസം വിവിധ ഭാഗങ്ങളിലായി സമൃദ്ധിയായി ലഭിക്കുന്ന ചക്ക തിരിച്ച് സൂക്ഷിച്ചാൽ മാത്രമേ അവരുടെ നാശനഷ്ടം കുറയ്ക്കാനും എല്ലാ കാലങ്ങളിലും അത് ലഭ്യമാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. 365 ദിവസവും ചക്ക ഉത്പാദിപ്പിക്കുക സാധ്യമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനമായും അത് മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള ഒരു സീസണാണ് ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഉൾപ്പെടെയുള്ള ചക്കയുടെ ശേഷി കണക്കിലെടുത്ത് അതിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഗുണഭോക്താക്കളെ വാർത്തെടുക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ചുമതല നമ്മുടെ എടുക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് ഈ ചക്കമേള കണ്ടാൽ അറിയാം, ചക്കയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കളുടെ എണ്ണം അത്രയേറെ വർദ്ധിച്ചിരിക്കുകയാണ്. സാധാരണ പണ്ടുകാലത്ത് ചക്ക ഇങ്ങനെ കായ്ക്കുന്ന ധാരാളമായിട്ടുള്ള പ്ലാവുകൾ നമ്മുടെ തൊടികളിൽ തന്നെ ഉണ്ടാവുകയും ചക്ക പറിച്ചെടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അത് വീഴുകയും തന്നെ പൊളിയുകയും അതിൻ്റെ പുതിയ
ചെടിക്ക് രൂപം നൽകുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിൽ കാലികളുടെ തീറ്റയായി നമ്മുടെ പറമ്പുകളിൽ കിടന്നിരുന്ന ചക്ക ഇപ്പോൾ അതിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തി ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വ്യാപകമായിട്ടുണ്ടാക്കുക എന്ന ശ്രമത്തിലേക്ക് നമ്മൾ കടന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യുവിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി.വി. വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി.എസ്. റഫീഖ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ എ. അഷ്റഫ്, ജോഷി കല്ലിയേൽ, വറീദ് ചിറ്റിലപ്പള്ളി, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ, സേവാദൾ ബ്ലോക്ക് ചെയർമാൻ ബൈജു ഐനിക്കൽ, കെ.പി.സി.സി വിചാർ വിഭാഗ് മണ്ഡലം ചെയർമാൻ എൻ.ജെ. ഐസക്, സേവാദൾ മണ്ഡലം ചെയർമാൻ അലോഷ്യസ് ടി.ഡി, അനിൽകുമാർ പാറയ്ക്കൽ, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി മോഹനൻ കരുമത്ര എന്നിവർ പ്രസംഗിച്ചു. ബൂത്ത് വാർഡ് പ്രസിഡന്റുമാരായ സി.വി. വിജയൻ, ജോയ് ടി.ഡി, സണ്ണി വടക്കൂടൻ എന്നിവർ പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണ യോഗത്തിനും നേതൃത്വം നൽകി. പുത്തൂർ പഞ്ചായത്ത് അങ്കണവാടി പ്രവർത്തകരുടെ യാത്രയയപ്പ് പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി വാരപ്പെട്ടിയിൽ, മിനി റെജി, ബിന്ദു സേതുമാധവൻ, ആതിര, സനൂപ്, ICDS സൂപ്പർവൈസർമാരായ പ്രീനു പ്രസാദ്, ദീപ എന്നിവർ സംസാരിച്ചു. 30 വർഷത്തെ അങ്കണവാടി സേവനത്തിനു ശേഷം വിരമിക്കുന്ന അങ്കണവാടി പ്രവർത്തക ഗീതയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വർഷം അംഗനവാടിക്ക് വേണ്ടി എത്രത്തോളം സന്തോഷത്തോടു കൂടി തന്നെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മാറ്റിവെച്ച ടീച്ചർക്ക് പഞ്ചായത്തിന്റെ പേരിൽ ആദ്യം എല്ലാവിധ ആശംസകളും ഒപ്പം തന്നെ ഏറ്റവും സന്തോഷത്തോടുകൂടിയുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ. ടീച്ചറെ കണ്ടാൽ വേറെ ഒന്നും പറയില്ല. ഇനി വിശ്രമ ജീവിതത്തിൽ ഏറ്റവും കർമ്മനിരതയായിട്ട് നമ്മുടെ മുന്നിലൊക്കെ ടീച്ചർ ഉണ്ടാവും. ടീച്ചർ ഇന്നിപ്പോ വേറൊരു ടീച്ചർ പറഞ്ഞു, ടീച്ചർ പഠിപ്പിച്ച കുട്ടിയാണ് സനൽ ഞാനൊരു വർത്താനം പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരെയും അത്രയും ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടും ഇപ്പോഴും നമ്മൾ ഓർക്കണത് ചിലപ്പോൾ നമ്മൾ സ്കൂളിലെ ടീച്ചർമാരെ അവരെ ഓർക്കില്ല, പക്ഷെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അതേപോലെ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്ന ഓരോ മക്കളിലും നിങ്ങളുടെ സ്വാധീനം. കാരണം എൻ്റെ മോളെ പഠിപ്പറഞ്ഞാൽ എനിക്കറിയാം, ആളും ടീച്ചർ നല്ല ഫൈറ്റാണ്, നല്ല കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാലും എൻ്റെ ടീച്ചർ സ്മിത ടീച്ചർ, എൻ്റെ കുഞ്ഞമ്മ ടീച്ചർ അങ്ങനെ പറയും. അപ്പോൾ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ അധ്യക്ഷ പറഞ്ഞ പോലെ തന്നെ ആദ്യാക്ഷരം അല്ലെങ്കിൽ ആദ്യത്തെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളാണ് ഓരോരുത്തരും. ഇനിയും നിങ്ങൾക്ക് നല്ല ഭാവി ശോഭനമാക്കാനായിട്ട് കുഞ്ഞുമക്കളിലൂടെ സാധിക്കട്ടെ. ഏറ്റവും നന്നായിട്ട് അവരെ നേർവഴിക്ക് നടത്താനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കാണ്.
പ്രയാണങ്ങൾ ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പുതുതലമുറയെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഇച്ഛാശക്തിയുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഉത്തരം തേടിയുള്ള പ്രയാണങ്ങൾ ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യുമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. മുല്ലക്കര കൾച്ചറൽ സെന്ററിന്റെ ബാനറിൽ കൈലാസനാഥ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രയാണം 2025 ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്ത് വിദ്യാർത്ഥികളുടെ വിജ്ഞാനത്തിനും വിനോദത്തിനുമായി ഒത്തുകൂടാൻ ഒരു ഇടമൊരുക്കുന്ന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകാൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ രൂപം കൊള്ളണം. PS സുരേഷ്, അഡ്വക്കേറ്റ് വില്ലി, കൈലാസനാഥ സ്കൂൾ പ്രിൻസിപ്പൽ S പ്രസന്നകുമാരി, കലാഭവൻ സലീം, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ജവഹർ ബാലഭവൻ എന്നിവർ വിവിധ സെക്ഷനുകൾ നയിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് മോഡറേറ്ററായിരുന്നു. മുല്ലക്കര കൾച്ചറൽ സെന്റർ ചെയർമാൻ അനൂപ് കരിപ്പാൽ, ജനറൽ കൺവീനർ അസീസ് താണിപ്പാടം, ഭാരവാഹികളായ VK പുഷ്പരാജൻ, അബ്ദുൾ ലത്തീഫ്, KR പുഷ്പാങ്കദൻ, PK നൌഷാദ്, NB മോഹനൻ, മാർട്ടിൻ ആന്റണി, ഉമ്മർ മുല്ലക്കര, മുഹമ്മദ് സാലി, സിറാജുദ്ദീൻ, PS ഷമീർ, ഷനില P കുമാർ, അനിത എന്നിവർ നേതൃത്വം നൽകി. പൊതുവിൽ അങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും ധാരാളം പ്രോട്ടീനും പാലും മുട്ടയും ഒക്കെ കഴിച്ചാൽ ബ്രെയിൻ വളരും. ശരിയാണ്, ബയോളജിക്കലായിട്ട് ശരിയാണ്, കുറച്ചൊക്കെ വളരും. ആകെ കുറച്ചേ ഉള്ളൂ ബ്രെയിൻ എന്ന് പറയുന്നത്. അത് വളരെ പറഞ്ഞാൽ വളരെ ചെറിയ തോതിൽ വളരും. അപ്പം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് നല്ല നല്ല വിഭവങ്ങളൊക്കെ കഴിച്ച് ബ്രെയിൻ വളർത്താം എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ബ്രെയിന് നിങ്ങൾ ഓരോരുത്തരുടെയും തലച്ചോറിന് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാവാൻ പറ്റുന്നതാണ്. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എല്ലാവർക്കും നല്ല കഴിവുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. ഓരോരുത്തരുടെയും ബ്രെയിൻ നല്ല ഒരു വാക്ക് പറഞ്ഞാൽ ചക്രവാളം വരെ വളരാനുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാക്കാൻ പറ്റും. അതിനൊറ്റ വഴിയും ആ വഴി പറയാനാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ചെറിയ ചോദ്യത്തിന് പറയണം. റെഡിയായോ? റെഡി? തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ BJP ജില്ലാ നേതൃത്വം നടത്തിയ സമരത്തിന്റെ വിജയമാണ് കരുവന്നൂരിൽ കണ്ടതെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂരിൽ നടന്നത്. CPM രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് നടത്തിയ വൻ തട്ടിപ്പും കള്ളപ്പണ ഇടപാടുമാണിത്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP സഹകരണ സെൽ ജില്ലാ കൺവീനർ MV സുരേഷാണ് പരാതി നൽകിയത്. തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെയും ജില്ലാ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളും നീതി ലഭിക്കുന്നതിന് സാധിച്ചു. 400 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പാണ് CPM നടത്തിയത്. ഇത് BJP നടത്തിയ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളുടെ വിജയമാണെന്ന് അവർ പറഞ്ഞു. CPM ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. CBI അന്വേഷണം വേണമെന്ന ഹർജിയിലും കോടതി ഇടപെട്ടു. പോലീസിനെ ശക്തമായ രീതിയിൽ ശാസിച്ചു. ജൂലൈ മാസത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനും രാഷ്ട്രീയക്കാരെ ഒഴിവാക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. CPM-ന്റെയും സർക്കാരിന്റെയും കുപ്രചരണങ്ങളാണ് ED-യുടെ കുറ്റപത്രത്തിലൂടെ തുറന്നുകാട്ടിയത് എന്ന് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. കലാഭവൻ മണി സ്മാരക നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യത്തിലേക്ക് നിർമ്മാണോദ്ഘാടനം സാംസ്കാരിക മന്ത്രി നിർവഹിച്ചു. കലാഭവൻ മണിയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് കേരള സർക്കാരിന് അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി സജി ചെറിയാൻ. കലാഭവൻ മണി സ്മാരക നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. നാടൻ കലകളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും നമ്മുടെയും ഉത്തരവാദിത്വമാണ്. കേരളത്തിലുടനീളം നാടൻ കലാരൂപങ്ങളെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാൻ ഫോക്ലോർ അക്കാദമി വഴി സാംസ്കാരിക വകുപ്പിന് കഴിഞ്ഞുവെന്നും നാടൻ കലാരൂപങ്ങളെക്കുറിച്ച് അറിയാനും പുതിയ കലാകാരന്മാരെ വളർത്തിയെടുക്കാനും പഠന ഗവേഷണ കേന്ദ്രം സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 3 കോടി ചിലവിൽ 6272 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലാണ് സ്മാരകം. കലാഭവൻ മണിയുടെ പ്രതിമ, ഡിജിറ്റൽ ലൈബ്രറി, നാടൻ പാട്ടുകളുടെ ശേഖരണം, പ്രദർശനം, മൾട്ടിപർപ്പസ് ഹാൾ, ഓഫീസ് റൂം, റീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കും. ചെണ്ടവാദ്യത്തിൽ വിസ്മയം തീർക്കുന്ന ചാലക്കുടി സ്വദേശിനിയായ MV സംവേദയെ ആദരിച്ചു.
നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന കലാകാരന്മാർ കലാഭവൻ മണിക്ക് പാട്ടുകളിലൂടെ ആദരമർപ്പിച്ചു. അക്കാദമി സെക്രട്ടറി AV അജയ്കുമാർ, സുന്ദർദാസ്, നഗരസഭ വൈസ് ചാൻസലർ ഡോക്ടർ ശ്രീദേവി, ഫാദർ വർഗീസ് പാത്താടൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം KV പോൾ, MM അനിൽകുമാർ, അനിൽ പോൾ, വാർഡ് കൌൺസിലർ നീതു പോൾ എന്നിവർ പങ്കെടുത്തു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷിക ദിനം മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് പുഷ്പാർച്ചനയോടെയും അനുസ്മരണ ചടങ്ങുമായി നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ MG രാജൻ, ജോണി അരിമ്പൂർ, ബേബി പാലോലിക്കൽ, ടിറ്റോ തോമസ്, ജോസ് പുലിക്കോട്ടിൽ, PV ഹരിദാസ്, സഫിയ നിഷാദ്, ഫിലോമിന ജോസ്, സഫിയ ജമാൽ, KK കാസിം, കരീം ഖാൻ, ജോയ് KG, രാജേഷ് VR, പ്രദീപ് VS, മേജോ മോസസ്, റംലത്ത് KH എന്നിവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പൊതുസമൂഹം ഏറ്റെടുക്കണമെന്ന് മേജർ PJ സ്റ്റൈജു. ഒറ്റപ്പെട്ട ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് ലഹരി മാഫിയയെ നേരിടാൻ ബുദ്ധിമുട്ടാണ്. അണ്ടത്തോട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലഹരി ബോധവൽക്കരണ ക്യാമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മേജർ സ്റ്റൈജു. പപ്പാളി കുമാരൻപടി മഹല്ല് കമ്മിറ്റി ദാറുസ്സലാം മദ്രസയിൽ നടത്തിയ സെമിനാറിൽ സെക്രട്ടറി മായിൻകുട്ടിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് VK മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ റൌഫ് മാലിക്കുളം, VK യൂസഫ്, KH അബീദ്, ഷക്കീർ പുളയ്ക്കൽ എന്നിവർ സംസാരിച്ചു. സെമിനാറിനു ശേഷം സംവാദം നടന്നു. ചേരുംകുഴി മുരുക്കുംകുണ്ടിൽ കുളത്തിൽ വീണ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. മുടപ്പല്ലൂരിൽ നിന്നും ടാപ്പിംഗ് ജോലിക്കായി മുരുക്കുങ്ങലിലെത്തി വാടകയ്ക്ക് താമസിക്കുന്ന നീർച്ചാൽ വീട്ടിൽ സുരേഷിന്റെ മകൻ 10 വയസ്സുള്ള സരുണാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. സുരേഷിന്റെ 2 ആൺമക്കളും കുളത്തിന് സമീപം നിൽക്കുമ്പോൾ സരുൺ കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. സഹോദരന്റെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ സരുണിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശാരിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച സരുൺ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവനയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, KC സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു.
AB ആഷിഖ്, PJ റിഞ്ചു, AB സഞ്ജയ്, TD ചാക്കോ, PJ ജോൺസൺ, CP ഔസേബ്, PJ ഷാരോൺ, PT വർഗീസ്, KK ലക്ഷ്മണൻ, PT ബിജു, PP തോമസ്, AP ജോസ് എന്നിവർ പങ്കെടുത്തു. മുക്കാട്ടുകരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആധുനിക ലോകവുമായി മത്സരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വപ്നം കണ്ടു. ഇന്ത്യയുടെ നട്ടെല്ലായതും പുരോഗതിയുടെ തൂണുകളായി ഇന്ത്യയെ ശക്തിപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ കാലത്താണ്. മഹത്തായ സംഭാവനകളെ രാജ്യം എപ്പോഴും ഓർക്കുമെന്നും ഏകാധിപതികൾ മായ്ച്ചു കളയാൻ നോക്കിയാലും നടപ്പാക്കില്ലെന്നും പ്രഖ്യാപനം നടത്തി ആധുനിക ഇന്ത്യയുടെ ശില്പിക്ക് സല്യൂട്ട് നേർന്ന് മുക്കാട്ടുകരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ഉദയകുമാർ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, ജോസ് കുന്നപ്പിള്ളി, നിധിൻ ജോസ്, EA വിൽസൺ, CV ഷാജു എന്നിവർ പ്രസംഗിച്ചു. അഖില കേരള ബാലജന സഖ്യം തൃശൂർ യൂണിയൻ രക്ഷാധികാരിയായിരുന്ന അന്തരിച്ച PV ഗംഗാധരനെ സഖ്യം അനുസ്മരിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ സഹരക്ഷാധികാരി TT പോൾ അധ്യക്ഷനായി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ N രാജഗോപാൽ, PS സുകുമാരൻ, അഡ്വക്കേറ്റ് TS മായാദാസ്, ജോൺസൺ ചിറമൽ, PJ സ്റ്റൈജു, ശ്രീനിവാസൻ കോവാത്ത്, KB പ്രമോദ്, ജീൻ രാജ്, CT ഗോഡ്വിൻ, മുഹമ്മദ് സ്വാലിഹ്, ദിവ്യ P സൈമൺ എന്നിവർ പ്രസംഗിച്ചു. അഖില കേരള ബാലജന സഖ്യം തൃശൂർ യൂണിയൻ സംഘടിപ്പിച്ച രക്ഷാധികാരി PV ഗംഗാധരൻ അനുസ്മരണ സമ്മേളനം സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. റോഡിലേക്ക് പതിക്കാറായ വൻ മരങ്ങൾ ഗതാഗത സഞ്ചാരത്തിന് ഭീഷണിയാകുന്നു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി PWD റെസ്റ്റ് ഹൌസിന് എതിർവശത്ത് കുന്നിൻ മുകളിലെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ് യാത്രക്കാർക്ക് പേടി സ്വപ്നമാകുന്നത്. കഴിഞ്ഞ വർഷക്കാലത്ത് കലിതുള്ളി പെയ്ത മഴ കുന്നിന്റെ ഒരു ഭാഗം റോഡിലേക്ക് ഇടിഞ്ഞു വീണ് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാക്കിയിരുന്നു. ഇപ്പോഴും ഇടിഞ്ഞു വീണ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടില്ല. അപായ സൂചനകൾ നൽകിയ പശ്ചാത്തലത്തിൽ തീവ്രത അധികൃതർ ഉൾക്കൊള്ളുന്നില്ലെന്ന പരാതിയും ശക്തമാണ്. ഈ മേഖലയിൽ വിവിധ ഇടങ്ങളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ജനപ്രതിനിധികൾ വകുപ്പുകളുടെയും അനുബന്ധ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരോട് അപകടമാകുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ കർശന നിർദ്ദേശം നൽകുമെങ്കിലും അതെല്ലാം വിസ്മരിക്കുന്ന നിലപാടാണ്. ശക്തമായ മഴയും കാറ്റുമുള്ളപ്പോൾ നിതാന്ത ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് ഈ അവഗണന. മഴ തിമിർത്തു പെയ്യുന്ന സാഹചര്യത്തിൽ പാതയോരങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വാഹനയാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും ഗുരുതരാവസ്ഥയിലാകുന്നതും വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അധികൃതർ നിസ്സംഗത പുലർത്തുന്നതെന്ന് പരിസരത്തുള്ളവർ പറയുന്നു. മഹാത്മാഗാന്ധി കുടുംബസംഗമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ നടത്തി. പൂങ്കുന്നം പുഷ്പഗിരി രാഘവേന്ദ്ര ഹാളിൽ വെച്ച് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ XMLA ഉദ്ഘാടനം നിർവഹിച്ചു. KPCC വക്താവ് സന്ദീപ് G വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. A പ്രസാദ് മുഖ്യാതിഥിയായി. KK അജിത് കുമാർ അധ്യക്ഷനായിരുന്നു. AK സുരേഷ് ഡിവിഷനെപ്പറ്റിയും പ്രവർത്തനങ്ങളെപ്പറ്റിയും വിശദീകരിച്ചു. P ശിവശങ്കരൻ, KP രാധാകൃഷ്ണൻ, VA ഷംസുദ്ദീൻ, ആശിഷ് മൂത്തേടത്ത്, P അപ്പുക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. മുടിക്കോട് ചാത്തംകുളം കളംപറമ്പിൽ പരേതനായ ദേവസി മകൻ ആന്റണി ദേവസി നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം വിലങ്ങന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നാളെ നടക്കും. ഭാര്യ റോസി, മക്കൾ ഡേവിസ്, എൽസൺ, റോബിൻസൺ, മരുമക്കൾ പേളി, വിവിയൻ, മാതാവ് പരേതയായ മറിയാമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമദിനം ആചരിച്ചു. കേരള കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ നടക്കുന്ന ചക്കമേള റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി കൈലാസനാഥ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു.
ചേരുംകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ് 10 വയസ്സുള്ള വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.